പിടിച്ച് ഉന്തുന്നുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് അവൻ പോകുന്നല്ലാണ്ട് പിടിച്ച് വലിക്കുന്നോ ഒന്നും ഉള്ളേക്ക് പോകുന്ന സാധനം, മാക്സിമം 23 സാധനം, താഴേക്ക് വരുന്ന സാധനം. എനിവേ കാര്യമുള്ള കാര്യത്തിലേക്ക് നമുക്ക് തരാം. അതായത് 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3ന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരും. 100% പരീക്ഷ ചോദിക്കാനും പോകുന്ന സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 3ന്റെയും സംഭവം പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മോഷൻ, ഈ പ്രൊജക്ടൈൽ മോഷനെ നിങ്ങൾ കണ്ടു, എക്സ് ആക്സിൽ വൈ ആക്സിൽ മോഷൻ ആയിട്ട് നിങ്ങൾ കണ്ടു. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? 2 സെപ്പറേറ്റ് എടുക്കണം. അതായത് ഇവന് എക്സ് ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട് അല്ലെ, അതിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. എക്സ് ആക്സിലെ മോഷനും വൈ ആക്സിനും ഒരുമിച്ചല്ല, സെപ്പറേറ്റ് എടുക്കുക. എങ്ങനെ സാറേ സെപ്പറേറ്റ് എടുക്കുക? ഒന്നുമില്ലല്ലോ, ആലോചിച്ചു. എക്സ് ഡയറക്ഷനിലെ മോഷൻ മാത്രം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആദ്യം. അതായത് എക്സ് ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഇവിടെ പ്രൊജക്ടൈല് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒരു ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഇനീഷ്യൽ വെലോസിറ്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിൽ കമ്പോണന്റ് എന്തായിരിക്കും? ഇവിടെ തീറ്റയുടെ ഡയറക്ഷനിൽ കമ്പോണന്റ് എന്തായിരിക്കും? യു കോസ് തീറ്റ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാണ്? യു കോസ് തീറ്റ ആയിരിക്കും. മറ്റേ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ കമ്പോണന്റ് എന്തായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ എക്സ് ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? യു അല്ല, യു കോസ് തീറ്റ ആണ് അല്ലെ. എക്സ് ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി യു എക്സ് എന്തായിരിക്കും? യു കോസ് തീറ്റ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മനസ്സിലായല്ലോ. അതേപോലെ വൈ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി യു വൈ എന്തായിരിക്കും? യു സൈൻ തീറ്റ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, ഇത്ര എല്ലാവർക്കും സെറ്റ് ആണോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം. എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ എന്തായിരിക്കും? പറ. എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും? ഇവിടെ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ? എക്സ് ഡയറക്ഷനിൽ ഇവൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പിടിച്ച് ഉന്തുന്നുണ്ടോ? ഉന്തുന്നോ പിടിച്ച് വലിക്കുന്നോ ഒന്നും ഉണ്ടല്ലോ? ഇല്ല. ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് അവൻ പോകുന്നല്ലാണ്ട് ആക്സിലറേഷൻ ഉണ്ടോ എക്സ് ഡയറക്ഷനിൽ? ഇല്ല. നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ല, ഞാൻ കാണിച്ചുതരാം. ആക്സിലറേഷന്റെ വെക്ടർ കാണിച്ചത്, കമ്പോണൻസ് നോക്കിയേ. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനിൽ ഗ്രാവിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആരും പിടിച്ച് ഉന്തുന്നു വലിക്കുന്നൊന്നും ഇല്ല. അതായത് എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇതില്ല. ഇല്ല, ഉണ്ടെങ്കിൽ ഭൂ എന്ന് പറഞ്ഞ് പോയണേ. ഭൂ എന്ന് പറഞ്ഞല്ല പോകുന്നത്. ഉണ്ടായത് ഇനീഷ്യൽ വെലോസിറ്റി അതുള്ളതുകൊണ്ട് പോകുന്നതാണ്. അതായത് എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. എന്നാൽ വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ എന്താണ്? അത് ആക്സിലറേഷൻ ഉണ്ട് സാർ, താഴേക്ക് ജി 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 പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ടല്ലോ, അവസാനം താഴെ വന്നു വീഴുന്ന അല്ലെ, വിങ്ങി എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയാനെ. അല്ല ഇങ്ങനെ പോകും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലേ, സാധനം എന്ന് പറഞ്ഞ പോലെ റോക്കറ്റ് പോലെ പോലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ജി താഴേക്ക് ഉള്ളതുകൊണ്ടല്ലേ താഴെ അവസാനം എത്തും. താഴേക്ക് ജി ഉണ്ട്, സോ മൈനസ് ജി താഴേക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി അഥവാ വെലോസിറ്റി അറ്റ് എനി ടൈം, ഒരു പ്രത്യേക ടൈമിലെ വെലോസിറ്റി എത്രയായിരിക്കും? പറ. ഇനീഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. ഏതെങ്കിലും പ്രത്യേക ടൈം 3 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി? പറ. 3 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര വെലോസിറ്റി? എക്സ് ഡയറക്ഷൻ വെലോസിറ്റി 3 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും? പറ. പറയൂ. അല്ല 5 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും? പറ. ആലോചിച്ച് നോക്ക്. എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ആ ഇനീഷ്യൽ വെലോസിറ്റി തന്നെ ആയിരിക്കില്ല എപ്പോഴും. അവസാനം പോയി വീഴുന്ന വരെ അവന്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നെ ആയിരിക്കും, യു കോസ് തീറ്റ തന്നെ ആയിരിക്കില്ല അവന്റെ എപ്പോഴുള്ള വെലോസിറ്റി. മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വെലോസിറ്റിന്റെ കമ്പോണൻസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, ശ്രദ്ധിക്കുക, മനസ്സിലാക്കാം കേട്ടോ, എല്ലാം മനസ്സിലാക്കി കേട്ടോ. ഞാൻ പറപ്പിച്ചു. എടോ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി മാറുവോ? യു കോസ് തീറ്റ തന്നെ ആദ്യം ഉണ്ടായിരുന്ന യു കോസ് തീറ്റ തന്നെ ആയിരിക്കില്ല, ബിക്കോസ് ആക്സിലറേഷൻ ഇല്ലല്ലോ. അപ്പൊ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി യു കോസ് തീറ്റ പിന്നെ മാറില്ല, അത് യു കോസ് തീറ്റ തന്നെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓ മനസ്സിലാവും, ഇപ്പൊ മനസ്സിലായി സാർ. മനസ്സിലായില്ലോ? ഒന്നുകൂടി കാണിച്ചിട്ടോ, ഒന്നുകൂടി കാണിച്ചു. എടോ എക്സ് ഡയറക്ഷനിലെ യു കോസ് തീറ്റ ആദ്യം ഉണ്ടായിരുന്ന യു കോസ് തീറ്റ മാറുന്നില്ല, കാരണം എന്താണ്? ആക്സിലറേഷൻ ഇല്ല. അപ്പൊ യു കോസ് തീറ്റ വീഴുന്നവരെ നോക്കിക്കേ, വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് യു കോസ് തീറ്റയിലാണ് പോകാൻ പോകുന്നത് കേട്ടോ, അത് വേറെ കാര്യം അല്ലേ. പക്ഷെ അവിടെ കൊളീഷൻ വരും, വേറെ കാര്യം. എനിവേ, അതായത് ഏത് നിമിഷവും നിങ്ങൾ വെലോസിറ്റി നോക്കിയാൽ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും, ബിക്കോസ് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ വെലോസിറ്റി മാറുമോ? ഇല്ല. അപ്പൊ യു കോസ് തീറ്റ ആയിരിക്കും ഏത് നിമിഷത്തെ വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഇൻ എക്സ് ആക്സിസ് യു കോസ് തീറ്റ തന്നെ, മാറാൻ പോകുന്നില്ല. വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മാറാൻ പോകുന്നില്ല, എപ്പോഴും യു കോസ് തീറ്റ. അങ്ങനെയാണ് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായിരിക്കും? അത് മാറും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ ചോദിക്കും കേട്ടോ. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? അത് മാറും. അതെങ്ങനെയാ സാർ മാറുക? നോക്കിക്കേ, വൈ ഡയറക്ഷൻ വെലോസിറ്റി മാറില്ല. ഇനീഷ്യലി യു സൈൻ തീറ്റ ആയിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഗ്രാവിറ്റി പിടിച്ചുകൊണ്ട് കുറയ്ക്കുന്നുണ്ടോ, ഗ്രാവിറ്റി പിടിച്ച് കുറയ്ക്കുന്നു 0 ആക്കുന്നു, പിന്നെ താഴേക്ക് കൂട്ടുകയാണ്. താഴേക്ക് കൂടുകയാണ്, ഗ്രാവിറ്റി പിന്നെ കൂട്ടുകയാണ് ചെയ്യുക. പകുതി വരെ ഗ്രാവിറ്റി കുറച്ചു, വൈ ഡയറക്ഷൻ വെലോസിറ്റി കുറച്ച്, യു സൈൻ തീറ്റ. ഇപ്പൊ യു സൈൻ തീറ്റ ഒന്നും ഇല്ല, 0 ആയിപ്പോയി. പിന്നെ കൂടി അവസാനത്തെ വീണ്ടും യു സൈൻ തീറ്റയോ. അപ്പൊ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി വേരിയബിൾ ആണ്, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, എങ്ങനെ ചേഞ്ച് ചെയ്യുക?
അതിന്റെ ഇക്വേഷൻ നമുക്കുണ്ടല്ലോ v is equal to u plus at. v is equal to u plus at അല്ലേ? v is equal to u plus at ഉപയോഗിച്ച് നോക്കിയേ. v is equal to u, എല്ലാം y ഡയറക്ഷനിലെ വെലോസിറ്റി, y ഡയറക്ഷനിലെ ആക്സിലറേഷൻ. അങ്ങനെയാണ് ഇക്വേഷൻ എന്തായിരിക്കും സംഭവിക്കുക? vy is equal to y ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇവിടെ y ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u sin theta അല്ലേ? u sin theta. ആക്സിലറേഷൻ y ഡയറക്ഷനിൽ എത്രയാണ്? -g ആണ്. അപ്പൊ -gt. So this is the velocity at any instant. ഇതൊന്നും ഡെറിവേഷന്റെ ഭാഗമല്ല, പക്ഷെ ഇതൊക്കെ പരീക്ഷയിൽ അല്ലാണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതിപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ കിട്ടിയപ്പോൾ ഒരു പരിപാടി തീർന്നില്ലേ? അപ്പൊ വൈയിലെ ഡയറക്ഷനിൽ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഓരോ സമയത്ത് ഓരോ വെലോസിറ്റി ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു u sin theta - gt. ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുൻപ്. y ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായിരിക്കും ഈ ഇൻസ്റ്റന്റിൽ? u sin theta - gt. x ഡയറക്ഷൻ വെലോസിറ്റി ഈ ഇൻസ്റ്റന്റ് എന്താണ്? u cos theta കേട്ടോ. ഇത് തലേ കയറിയോ? എല്ലാവർക്കും തലേ കയറിയോ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ തലേ കയറിയാൽ നിങ്ങൾക്ക് ഏതും ഡിറൈവ് ചെയ്യാൻ പറ്റും. മൂന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തലേ കയറിയോ? മുന്നോട്ട് പോയാലോ? ശരി. ഇനിയിപ്പോ ഡെറിവേഷൻ പഠിക്കാം. 100% പരീക്ഷ വരാൻ പോകുന്ന ഡെറിവേഷൻ ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കും കേട്ടോ. ഫസ്റ്റ് ഡെറിവേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് സാധനം പറപ്പിച്ചു പോയി അവിടെ നിലത്ത് വീഴാനെടുത്ത ടൈം, അതിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. 2u sin theta / g ആണ്. എന്താണ് സാർ? 2u sin theta / g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ y ഡയറക്ഷനിലെ മോഷൻ കൺസിഡർ ചെയ്യുക. എന്താണ്? y ഡയറക്ഷനിലെ മോഷൻ കൺസിഡർ ചെയ്യാം. അതേസമയം മൊത്തം മോഷൻ, ഫുൾ മോഷൻ കൺസിഡർ ചെയ്യാം. കാരണം എല്ലാ ഡെറിവേഷൻ നമ്മൾ ഫുൾ മോഷൻ കൺസിഡർ ചെയ്യില്ല. അത് ഫുൾ മോഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിനെങ്ങനെ ഡിറൈവ് ചെയ്യുക? ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏത് ഇക്വേഷൻ ആണ്? s is equal to ut plus half at square ഇക്വേഷൻ പഠിച്ച ഓർമ്മയില്ലേ? അതുകൊണ്ട് എടുത്ത് ഉപയോഗിച്ചേ. പക്ഷേ y ഡയറക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ sy uy ടൈമിനില്ല ay. അപ്പൊ s is equal to ut plus half at square y ഡയറക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. sy uy അല്ല വരണ്ടേ? നിങ്ങൾ പറ, sy എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ y ഡയറക്ഷൻ. മൊത്തം മോഷനിൽ y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ്. അതറിയാം എടോ, മൊത്തം മോഷന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ y ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ്, y ഡയറക്ഷൻ മുകളിലേക്ക് പോകുന്ന സാധനം മാക്സിമം എത്തുന്ന സാധനം, പിന്നെ താഴേക്ക് വരുന്ന സാധനം. y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? മുകളിലേക്ക് പോകുന്നു, താഴേക്ക് അവിടെ തന്നെ വരുന്നു. y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? x ഡയറക്ഷനിലുണ്ട്, പക്ഷെ y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. അതായത് മൊത്തം ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ y ഡയറക്ഷൻ എത്രയാണ്? 0 അല്ലേ? സാർ 0 ആണ് സാർ, 0. ഇനി ബാക്കി ആലോചിച്ച് നോക്കിയേ. uy എന്ന് പറഞ്ഞാൽ u sin theta ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, മൊത്തം ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, പ്ലസ് ഹാഫ് ഇൻറ്റു ay എന്ന് പറഞ്ഞാൽ ടേബിളിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പരീക്ഷയിൽ ഇത് വരയ്ക്കണം ആദ്യം. ഇത് എഴുതി വെക്കുക. vy എഴുതണ്ട, vx എഴുതണ്ട. ബാക്കി എന്താണ്? uy-ഉം ay എഴുതുക, ux-ഉം ax എഴുതുക കേട്ടോ. ഇത് രണ്ടും എഴുതണ്ട, സെപ്പറേറ്റ്ലി ഞാൻ കാണിച്ചു തന്നു. പരീക്ഷയിൽ ഇത് വരച്ച് വെക്കുക. ay എത്രയാണ്? -g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പരിപാടി തീർക്കുക. ay എന്ന് പറഞ്ഞാൽ -g, ടൈം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T², ടൈം സ്ക്വയർ. ഓക്കെ, ശരി. ഇനി ആ -12 GT² ഇവിടെ കൊണ്ടുവന്നാൽ +12 GT² ആവില്ലേ? തീർച്ചയായും. അപ്പൊ +12 GT² ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ +12 GT² ഈസ് ഈക്വൽ ടു അപ്പുറത്ത് എന്താണ് ഓൾറെഡി ഉള്ളത്? u sin theta t. ഇപ്പൊ തീരും നോക്കിയോ, ഇപ്പൊ തീരും കേട്ടോ. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ വേദനയുണ്ടെന്ന്, പക്ഷെ വേദന ഒക്കെ മാറ്റി വെക്കുക. പഴുത്തിട്ട് ഇതിനെ പിഴിഞ്ഞെടുത്ത് കളയാം. ഓക്കെ, ഈ ടീന്റെ സ്ക്വയറും ആ ടീം കട്ട്. അപ്പൊ ഈ ടി എന്തായിട്ട് വരും? ഈ ടി ഈസ് ഈക്വൽ ടു ഹാഫ് അവിടേക്ക് പോയിക്കുക. അപ്പം മുകളിലേക്ക് 2 കയറും. 2u sin theta ഡിവൈഡ് ബൈ ഈ ജി അങ്ങോട്ട് പോയിക്കേ, ജി. എല്ലാ ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെയാണ് കഴിഞ്ഞ പരിപാടി. ഇത്രയുള്ള സമയം. അപ്പൊ ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ y ഡയറക്ഷണൽ മോഷൻ കൺസിഡർ ചെയ്യുക, ഫുൾ മോഷൻ കൺസിഡർ ചെയ്യുക, s is equal to ut plus half at square ഉപയോഗിക്കുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഫസ്റ്റ് ഡെറിവേഷൻ t is equal to 2u sin theta by g എന്ന് പറഞ്ഞ സാധനം മനസ്സിലായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, മനസ്സിലായെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടെ. പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പൊ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം, അത് വേറെ കാര്യം. ഓക്കെ ഓക്കെ, ശരി. മനസ്സിലായോ? ഇല്ല സാർ, അപ്പൊ ബാക്ക് അടിക്കുക, കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഇതിന് കൂടുതൽ മെല്ലെ പോയാൽ ഇന്നൊന്നും തീരാൻ പോകുന്നില്ല. അപ്പൊ കുറച്ച് ബാക്ക് അടിക്കുക, എല്ലാം പഠിപ്പിക്കുന്നില്ലേ, കുറച്ച് ബാക്ക് അടിക്കുക, ഒന്ന് കാണാം, മനസ്സിലാക്കുക, മുന്നോട്ട് പോവാ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. അടുത്ത രണ്ടാമത്തെ ഡെറിവേഷൻ, മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ
അത് മനസ്സിലാക്കാം, ആദ്യം മനസ്സിലാക്കാം. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു മാക്സിമം ഹൈറ്റ് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചില്ലേ? പറപ്പിച്ചുവിട് നോക്കിയേ, ഒരു മാക്സിമം ഹൈറ്റ് വരെ പോകുന്ന നോക്കിയേ, ഇതാണ് അതാണ് അവന്റെ മാക്സിമം ഹൈറ്റ്, ഇതാണ് അവന്റെ മാക്സിമം ഹൈറ്റ്. ഇനി മാക്സിമം ഇതാണ് മാക്സിമം ഹൈറ്റ്, ഇതാണ് ഇത്ര ഹൈറ്റ് ഓക്കെ, ഇത്ര ഹൈറ്റ്. അങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി നോക്കിയേ, വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആയിരുന്നു. മാക്സിമം ഹൈറ്റ് എത്തിയ സമയത്ത് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി എന്തായിരുന്നു സർ? 0 ആയിരുന്നു. ആ കാര്യം ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല. വൈ ഡയറക്ഷനിൽ വെലോസിറ്റി 0, എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി 0 ആയില്ല. ഓക്കെ, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി 0. അപ്പം മാക്സിമം ഹൈറ്റ് എത്തിയ സമയത്ത് ഏതാണ് മാക്സിമം ഹൈറ്റ്? ഇതാണ് മാക്സിമം ഹൈറ്റ്, ക്യാപിറ്റൽ എച്ച് എന്ന് വിളിക്കാൻ. ദിസ് ഇസ് മാക്സിമം ഹൈറ്റ്. ഇത് ഇത്രയും ഡിസ്റ്റൻസ്. ഈ മാക്സിമം ഹൈറ്റ് എത്തിയപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു, വി വൈ എന്താണ്? വൈ ഡയറക്ഷനിൽ വെലോസിറ്റി 0 ആയിരുന്നു. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇതിന് ഡെറിവേഷൻ ചെയ്യാം. ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ആയി തരാം. ഇക്വേഷൻ ഇസ് ഈക്വൽ ബേസിക്കലി u സ്ക്വയർ sin സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇതാണ് ഇതിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, എങ്ങനെ ഡിറൈവ് ചെയ്യും? ഒന്നുമില്ല, മാക്സിമം ഹൈറ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി വൈ ഡയറക്ഷൻ ആണോ എക്സ് ഡയറക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ മാക്സിമം ഹൈറ്റ് ആണ്, വൈ ഡയറക്ഷനിൽ മോഷൻ ആണ്, സോ വൈ ഡയറക്ഷൻ തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഫുൾ മോഷൻ വേണം, ഹാഫ് മോഷൻ വേണം? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പകുതി വരെയുള്ള മോഷൻ പോലെ, ഫുൾ മോഷൻ കിട്ടിയ മാക്സിമം ഹൈറ്റ് വേണ്ട, പകുതി വരെയുള്ള മോഷൻ, സോ ഹാഫ് മോഷൻ മതി. ശരി, ഇനി ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s ഉപയോഗിക്കാം. തേർഡ് ഇക്വേഷൻ മോഷൻ s is equal to ut plus half square, v square is equal to u square plus 2s. കാരണം ഫൈനൽ വെലോസിറ്റി 0 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതുകൊണ്ടാട്ടോ. ഓക്കെ, ശരി. അങ്ങനെയാണ് വൈ ഡയറക്ഷനിലായതുകൊണ്ട് വി വൈ യു വൈ എ എല്ലാം വൈ, 2 എടുക്കുക എല്ലാം വൈ. വി വൈ എന്താണ്? ഇവിടെ ഫൈനൽ വെലോസിറ്റി വൈ ഡയറക്ഷൻ 0 ആണ്, പകുതി മോഷൻ കൺസിഡർ ചെയ്യുന്നു. യു വൈ എന്താണ്? അത് പകുതി മോഷൻ കൺസിഡർ ചെയ്താൽ യു വൈ എന്താണ്? യു സൈൻ തീറ്റ ആണ്. അതിനെ ടേബിളിൽ വരച്ച് വെച്ചില്ലേ? യു വൈ യു സൈൻ തീറ്റ. അപ്പൊ യു വൈ സ്ക്വയർ ആണ്, അപ്പൊ യു സൈൻ തീറ്റ സ്ക്വയർ അഥവാ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ യു വൈ സ്ക്വയർ കിട്ടി. പ്ലസ് 2 ഇൻറ്റു എ വൈ എത്രയാണ്? മൈനസ് ജി അല്ലെ, ആക്സിലറേഷൻ വൈ ഡയറക്ഷൻ മൈനസ് ജി ആണ്. എസ് വൈ എത്രയാണ്? 0 എന്ന് എഴുതരുത്. മൊത്തം മോഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വൈ ഡയറക്ഷൻ 0 ആയിരുന്നു. ഇത് പകുതി മോഷനേ ഉള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വൈ ഡയറക്ഷൻ എത്രയാണ്? എച്ച് ആണ്, മാക്സിമം ഹൈറ്റ് ആണ് അല്ലെ, മാക്സിമം ഹൈറ്റ് ആണ് സർ. അത് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. നേരത്തെ നമ്മൾ മൊത്തം മോഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എസ് വൈനെ 0 വിളിച്ചു, ഫുൾ മോഷൻ കൺസിഡർ ചെയ്തു. ഇപ്പൊ നമ്മൾ ഹാഫ് മോഷനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എസ് വൈ എത്രയാണ്? മാക്സിമം ഹൈറ്റ് ആണ്. ഇനി ആ മൈനസ് 2gh പിടിച്ച് ഇവിടെ കൊണ്ടിട്ട് പ്ലസ് 2gh is equal to u square sin square theta. അങ്ങനെയാണ് h എന്തായിട്ട് കിട്ടും? So you will get h is equal to 2g അപ്പുറത്ത് കൊണ്ടാൽ u square sin square theta divided by ഒരു ഡിവൈഡഡ് ബൈ കൂടെ ഡിവൈഡഡ് ബൈ ഇതെന്താണ്? ലാസ്റ്റ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2g. ഏറ്റവും പ്രശ്നം ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഇങ്ങനെയാണ് കിട്ടുക. ആകെ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മാക്സിമം ആയിരുന്നു ഡെറിവേഷൻ, വൈ ഡയറക്ഷണൽ മോഷൻ നോക്കുക, ഹാഫ് മോഷൻ നോക്കുക, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s എന്നാണ് ഇക്വേഷൻ ഉപയോഗിക്കുക. വൈ ഡയറക്ഷനിൽ ഉപയോഗിക്കുക, പരിപാടി തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ഈ ഡെറിവേഷൻ എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഡെറിവേഷനും എല്ലാവരും ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ലൈവ് ചാനലിട്ടെ നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോകാം, വിച്ച് ഇസ് ആർ ലാസ്റ്റ് ഡെറിവേഷൻ ഫ്രം പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിലെ ഏറ്റവും ലാസ്റ്റ് ഡെറിവേഷനിലേക്ക് നമുക്ക് പോവാം. അതിനുവേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു തംസപ്പും കൂടി ഇട്ടെ, ഇത് മനസ്സിലായെങ്കിൽ കേട്ടോ. ഓക്കെ, ഇത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രാക്ടീസും, ഇതിന്റെ പ്രാക്ടീസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യം. അല്ലാണ്ട് അലക്സാർ ഇവിടെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തു, വേറെ ആരെങ്കിലും എല്ലാവർക്കും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറ്റുന്നത്ര സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, പക്ഷെ എല്ലാം കറക്റ്റ് ആയിരിക്കണം. അല്ലാണ്ട് ഉടായ്പൊന്നും പറ്റില്ല കേട്ടോ, ഉടായ്പൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാര്യം എന്തിനാണ്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം കേട്ടോ എപ്പോഴും. അടുത്ത മൂന്നാമത്തെ ഡെറിവേഷൻ റേഞ്ച്. സർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടു അവിടെ പോയി വീണു, ആ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് റേഞ്ച് അല്ലെ. റേഞ്ചിന്റെ ഫോർമുല എന്താണ്? ഒന്നുമില്ല, r is equal to u square sin 2 theta by g. ഇതാണ് ഫോർമുല. റേഞ്ച് ഹൊറിസോണ്ടൽ മോഷൻ ആണോ വെർട്ടിക്കൽ വൈ ഡയറക്ഷൻ ആണോ എക്സ് ഡയറക്ഷൻ ആണോ? തീർച്ചയായിട്ടും എക്സ് ഡയറക്ഷൻ അല്ലേ. എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല, അപ്പോൾ എക്സ് ഡയറക്ഷൻ വയ്ക്കും. ഫുൾ മോഷൻ കൺസിഡർ ചെയ്യണം തീർച്ചയായിട്ടും അല്ലേ, അവിടെ പോയി വീഴുന്ന പറഞ്ഞുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ റേഞ്ച് കിട്ടുള്ളൂ. ഏത് ഫോർമുല ഉപയോഗിക്കുക? എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന് ഉപയോഗിക്കുക. ആദ്യം ഉപയോഗിച്ച എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കും. ഓക്കെ, ഹാഫ് a t സ്ക്വയർ ഉപയോഗിക്കും.
ശരി, എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് എസ് എക്സ് യു എക്സ് എക്സ്. ഇനി വളരെ സിമ്പിൾ ആണ്, നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡയറക്ഷൻ എത്രയാണ്? മൊത്തം മോഷൻ നോക്കുകയാണെങ്കിൽ റേഞ്ച്, അതിനാണ് റേഞ്ച് എന്ന് വിളിക്കും. യു എക്സ് എത്രയാണ്? ടേബിളിൽ നോക്കിയ യു എക്സ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ, യു കോസ് തീറ്റ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ മൊത്തം മോഷനെ ഫുൾ മോഷനിലെ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ? എ എക്സ് ഹാഫ് എ എക്സ് ആണ്. എ എക്സ് എന്താണ് സർ? സീറോ പ്ലസ് സീറോ ആണ്. ബിക്കോസ് എക്സ് സീറോ അല്ലേ? ആക്സിലറേഷൻ എക്സ് ഡയറക്ഷൻ സീറോ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, യു കോസ് തീറ്റ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ല നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച് 2u sin θ by g, അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയ 2u sin θ by g ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് പരിപാടി നടക്കാൻ പോകുന്നത്. ജി ഞാൻ കോമൺ ആയിട്ട് എഴുതി, കുഴപ്പമൊന്നുമില്ല നമുക്ക്. അല്ല വേണ്ട, വരയ്ക്കാൻ വയ്യ ജി ഇവിടെ തന്നെ എഴുതി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ r = 2 ആദ്യം എഴുതിക്കേ. ഓക്കെ, 2 ആദ്യം എഴുതണ്ട, 2 അവിടെ നിൽക്കട്ടെ. യും ചേർന്ന് u² ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ വരാൻ പോകുന്നത്? u² കഴിഞ്ഞാൽ പിന്നെ 2 ഉണ്ടാവും, sin θ ഉണ്ടാവും, cos θ ഉണ്ടാവും അല്ലെ? 2 ഉണ്ടാവും, sin θ ഉണ്ടാവും, cos θ ഉണ്ടാവും. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, sin 2θ ആയിരിക്കും. ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്ന ഐഡന്റിറ്റി ആണ് കേട്ടോ. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ അല്ലെ, 2 sin θ cos θ അവരെ മൂന്നെണ്ണം കൂടി ചേർന്നാൽ sin 2θ ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് u² sin 2θ ഡിവൈഡഡ് ബൈ g. കഴിഞ്ഞു. ആകെ അറിഞ്ഞിരിക്കേണ്ട ഐഡന്റിറ്റി അറിഞ്ഞിരിക്കണം. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ sin 2θ. ഓക്കെ, അവിടെ ഒളിച്ചിരിപ്പുണ്ട് 2 sin θ cos θ, 2 sin 2θ. ഓക്കെ, മനസ്സിലായി? ആ ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 3 ഇക്വേഷൻ ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്. 3 അടിപൊളിയായിട്ട് പഠിച്ചു. നിങ്ങൾ എല്ലാവരും 3 എണ്ണവും നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് തലയിലെങ്കിൽ. ഓക്കെ, അതായത് ബൈഹാർട്ട് നിങ്ങൾ പഠിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായെങ്കിൽ. ഓക്കെ, ഈ 3 എണ്ണവും വൃത്തിയായിട്ട് മനസ്സിലായി. ഇതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് എല്ലാവർക്കും നോട്ട്സ് കിട്ടും. അതേപോലെ വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. ഇത് ഡെറിവേഷൻ ഒക്കെ അയച്ചു തരാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, മാക്സിമം പ്രാക്ടീസ് കേട്ടോ.